നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ ചെട്ടിയാരെ വീട്ടിലെ പെണ്ണാണെങ്കിലും മാണിക്യമംഗലത്തെ വീട്ടിലെ പെണ്ണാണെങ്കിലും നീ പെണ്ണാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തിരിച്ചു തലടി. ഗണേശ, നന്ദി കേട്ടവനെ മിണ്ടി പോരുത്. നീ എന്താണ് കാണിച്ചേ? ചെട്ടിയാർ വീട്ടിലെ പെണ്ണിന്റെ നേരെ കൈവക്കാൻ നിനക്ക് എവിടുന്നാണ് ധൈര്യം കിട്ടിയത്? കൊല്ലൂടാ നിന്നെ. നന്ദി കേട്ടവനെ, നീ എന്താടാ കാണിച്ചത്? റുക്കു, ഇവൻ നമ്മുടെ അലമേലുവിന്റെ നേരെ കൈപൊക്കിയിരിക്കുന്നു. കൊല്ലൂടെ തന്നെ ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ ഇവൻ നായ. മോളെ, എന്താ ഉണ്ടായത്? പറ മോളെ, ഇവൻ എന്തിനാ നിനക്ക് നേരെ കൈ ഓങ്ങിയത്? പറ. അച്ഛാ, ഇവൻ പറ. ഇവൻ എന്നെ ആരുമില്ലാത്ത നേരം നോക്കി കടന്നു പിടിച്ചു. ഇവര് വെറുതെ പറയാ പേര്. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോ തെറ്റിയത് എന്റെ മകളാണെന്നല്ലേ? ഇവള് കള്ളം പറയാണെന്നല്ലേ? ചെട്ടിയാർ വീട്ടിലെ പെണ്ണിന്റെ നേരെ കൈയൊങ്ങിയിരിക്കുന്നു. അയ്യ, കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ടാ? അറിഞ്ഞതൊന്നും പോരാ നിനക്ക്. എടാ, ഇതിനെ ഞാൻ കൊല്ലുന്നു. എന്റെ കൊച്ചിന് നേരെ കൈവച്ചവൻ ഇനി ജീവിക്കണ്ട. അയ്യ, ബഹളം ഉണ്ടാക്കി ആളുകളെ അറിയിക്കല്ലേ. ആരറിഞ്ഞാലെന്താ? നമ്മളുടെ മകളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ നമുക്കെന്താ? ഈ പൊട്ടിയെ ഞാൻ കൊല്ലുന്നു. കൊന്നോ? കൊല്ലണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? പക്ഷെ കൊല്ലുന്നതിന് മുമ്പ് ഇവന് പറയാനുള്ളവർ കേൾക്കണ്ടേ? വേണ്ട, കേക്കണ്ട. ഇനി നീ വാതോർന്ന നിന്റെ നാക്ക ഞാൻ എറിഞ്ഞ് കുറുക്കനിട്ട് കൊടുക്കും. നീയല്ലേ നല്ലവനാണ്, മര്യാദക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ഇവനെവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത്? എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ അവന്റെ ഒക്കെ തനി സ്വഭാവം? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ കള്ളം പറയുക. ഇവളോ? ചെട്ടിയാർ വീട്ടിലെ പെണ്ണിനെ ഇവിടുന്ന് വിളിക്കുന്നോടാ? നിന്നെ ഞാൻ കൊല്ലൂടാ പൊട്ടി നായ. നിനക്ക് ഇത്ര അഹങ്കാരമോ? ഇവളെന്നോ? ഇവൻ ചാവട്ടെ. ചെട്ടിയാർ വീട്ടിലെ പെണ്ണിന്റെ നേരെ കൈയോങ്ങിയവൻ ഇനി ജീവിക്കണ്ട. കൊല്ലൂടാ നിന്നെ ഞാൻ. കൊല്ലു ഞാൻ. എണീക്കടാ. എഴുന്നേൽക്കാൻ. പോടാ. എടാ പോവാൻ. ഇനി മേലാ നിന്നെ ഈ പരിസരത്ത് കണ്ട കൊന്നുകള
കളയും ഞാൻ. തൽക്കാലം നിന്നെ കൊല്ലാതെ വിടുന്നത് എന്റെ മര്യാദ. അറിഞ്ഞോ അറിയാതെയോ എപ്പോഴോ ഞാൻ നിന്നെ സ്നേഹിച്ചു പോതെന്റെ ദയ. ഇനി നീ ഇവിടെ നിന്നാ ആ ദയ എന്നിൽ നിന്ന് മാഞ്ഞു പോവും. പിന്നെ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ പ്രവചിക്കാനാവില്ല. എങ്ങോട്ടെങ്കിലും പോ. ജീവന് കൊതിയുണ്ടെങ്കിൽ പോടാ. എന്നെ നീ വെറുതെ ഒരു കൊലപാതകയാക്കരുത്. പോടാ. ഇനി ഒരിക്കലും നിന്നെ എന്റെ കൺമുമ്പിൽ കാണരുത്. ചിലപ്പോ അറിയാതെ നിന്നെ ഞാൻ കൊന്നുകളയും. അല്ലെങ്കിൽ പിന്നെ ചെട്ടിയാർക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയില്ല. ഒരിക്കലും ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല. പോടാ പോ. മോളെ അമ്മ കരയല്ലേ മോളെ. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല റുക്കു. ആരെപ്പോ ആരെ ചതിക്കുന്നു ആർക്കറിയാം. വിശ്വസിച്ചുപോയി. അവനെ ഞാൻ ഒരുപാട് വിശ്വസിച്ചുപോയി. സ്നേഹിച്ചുപോയി. അവനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചുപോയി. ചതിച്ചില്ലേ? അവനും എന്നെ ചതിച്ചില്ലേ? പറ്റിപ്പോയി. ഒരു പിഴ ചെട്ടിയാർക്ക് വീണ്ടും പറ്റിപ്പോയി. തിരുത്താനാവാത്ത ഒരു വലിയ പിഴ. മോളെ അച്ഛനോട് ക്ഷമിക്കുക.